എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 19ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദശരഥൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രനോട് എന്തിനാണ് അയോധ്യയിലേക്ക് വന്നത്, ഏതൊരാവശ്യമാണ് ഞാൻ നടത്തി തരേണ്ടത് എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് ചോദിച്ചു എന്നാണ്. അത് കേട്ട് സന്തോഷത്തോടു കൂടിയിട്ട് വിശ്വാമിത്രൻ എന്താണ് ദശരഥനോട് മറുപടി പറഞ്ഞത് എന്നുള്ളതാണ് പറയാൻ തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തച്ഛ്രുത്വാ രാജസിംഹസ്യ വാക്യമദ്ഭുത വിസ്തരം ഹർഷരോമാ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത. ആ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവിന്റെ വാക്കുകൾ കേട്ടിട്ട് രാജസിംഹസ്യ അദ്ഭുത വിസ്തരം വാക്യം തത് ശ്രുത്വ. രാജസിംഹം എന്നുള്ളത് കൊണ്ട് സിംഹത്തെ പോലെ സിംഹസദൃശനായ പരാക്രമിയായിട്ടുള്ള ആ ദശരഥ മഹാരാജാവിന്റെ അത്ഭുതകരമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ഹർഷരോമാ മഹാതേജ വിശ്വാമിത്ര. സന്തോഷം വർദ്ധിച്ചു വന്നതോടുകൂടി നല്ല തേജസ്വിയായി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നവനായ ശരീരമാസകലം രോമാഞ്ച കഞ്ചുകിതനായിട്ടുള്ള ആ വിശ്വാമിത്രൻ ഇപ്രകാരം അഭ്യഭാഷത ദശരഥനോടായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇങ്ങനെ പറയാൻ തോന്നിയത് തന്നെ വലിയൊരു കാര്യമാണ്. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. 2ാമത്തെ ശ്ലോകം നോക്കാം. സദൃശം രാജശാർദൂല തവൈവ ഭുവി നാന്യത മഹാവംശ പ്രസൂതസ്യ വസിഷ്ഠവ്യപദേശിന. അല്ലയോ മഹാരാജാവേ, രാജശാർദൂല. രാജശാർദൂലം എന്ന് പറയുന്നത് രാജസിംഹം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റൊരു വാക്കാണ്. ശാർദൂലം പുലിയാണ്, കടുവയാണ്. അപ്പൊ ഒരു കടുവയെ പോലെ പരാക്രമണശീലമുള്ളവനായ അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങയെ പോലെ ഒരാള് തവ ഇവ സദൃശ ഭുവി അന്യത ന. ഈ ഭൂമിയിൽ അങ്ങയെ പോലെ ഒരാള് വേറെ ഇല്ല, അങ്ങ് തന്നെയേ ഉള്ളൂ. വേറെ ഒരാൾ അങ്ങയ്ക്ക് തുല്യനായിട്ട് ഇല്ല തന്നെ. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് 2 കാരണങ്ങൾ. അതായത് ദശരഥന്റെ ഇത്തരം ഗുണഗണങ്ങൾക്ക് 2 കാരണങ്ങളാണ് വിശ്വാമിത്രൻ പറയണത്. മഹാവംശ പ്രസൂതസ്യ വസിഷ്ഠ വ്യപദേശിന തവ. അങ്ങ് ഉന്നത കുലജാതനാണ്, കുലീനമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അങ്ങ് ജനിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ സ്വഭാവവും വളരെ ധാർമ്മികമായിട്ടുള്ളതാണ്. മാത്രവുമല്ല അങ്ങയ്ക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തരാൻ വസിഷ്ഠനെ പോലെ ഉത്തമനായിട്ടുള്ളൊരു ഋഷീശ്വരനുമുണ്ട്. അതാണ് മഹാവംശ പ്രസൂതസ്യ വസിഷ്ഠവ്യപദേശിന തവ സദൃശം ഭുവി അന്യത ന. അങ്ങനെയൊക്കെയുള്ള അങ്ങയ്ക്ക് തുല്യനായിട്ടുള്ള ഒരു രാജാവ് ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും വേറെ കാണാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇത്ര മാന്യമായിട്ട് ഇത്ര ഉദാരമായിട്ട് സംസാരിച്ചത് എന്ന് പറയാണ്. എന്നിട്ട് ആ കാര്യത്തിലേക്ക് പതുക്കെ കടക്കുകയാണ്. യത്തുമേ ഹൃദ്ഗതം വാക്യം തസ്യ കാര്യസ്യ നിശ്ചയം കുരുഷ്വ രാജശാർദൂല ഭവ സത്യപ്രതിശ്രവ. എന്നിട്ട് പറയാണ്, അങ്ങ് എൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, അത് ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്നിട്ട് സത്യപ്രതിജ്ഞനായിട്ട് തീരൂ. അതാണ് സത്യപ്രതിശ്രവ. വാക്ക് തന്നൂലോ, എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന്, അത് പ്രവൃത്തിയിലും കൂടി കാണിച്ചു തരൂ എന്നാണ് പറയണത്. അതാണ് യത്തുമേ ഹൃദ്ഗതം വാക്യം തസ്യ കാര്യസ്യ നിശ്ചയം. അതായത് ഞാനൊരു പ്രവൃത്തി ചെയ്യാൻ പോണത്, അതിനെ പറ്റിയിട്ട് 2 കാര്യങ്ങൾ 2 വാക്കുകൾ എനിക്ക് അങ്ങയോട് പറയാനുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. അതാണ് ഹൃദ്ഗതം വാക്യം. ആ കാര്യത്തിനെ പറ്റിയിട്ട് 2 വാക്ക് എനിക്ക് അങ്ങയോട് സംസാരിക്കാനുണ്ട്. എന്നിട്ട് അത് കേട്ടിട്ട് അത് ശ്രവിച്ചിട്ട് അല്ലയോ രാജശാർദൂല സത്യപ്രതിശ്രവ ഭവ, നിശ്ചയം കുരുഷ്വ സത്യപ്രതിശ്രവ ഭവ. ആ ഒരു വാക്കുകൾ കേട്ടിട്ട് അങ്ങ് സത്യസന്ധമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു നിശ്ചയം അറിയിക്കുക. സത്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അങ്ങ് ആദ്യമേ പറഞ്ഞതാണ് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തു തരാമെന്ന്, അതെനിക്ക് ചെയ്തു തരണം എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് സത്യപ്രതിശ്രവ ഭവ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആദ്യമേ സത്യം ചെയ്തതാണ്, അതുകൊണ്ട് അത് പാലിക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ് എന്നർത്ഥം. നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം.
അഹം നിയമമാതിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷർഷഭ തസ്യ വിഘ്നകരൗ ദ്വൗ തു രാക്ഷസൗ കാമരൂപിണൗ. അഞ്ചാമത്തെ ശ്ലോകം കൂടി ചൊല്ലാം. വ്രതേ തു ബഹുശശ്ചീർണേ സമാപ്ത്യാം രാക്ഷസാ വിമൗ മാരീചശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ. ഞാൻ വളരെ ഗംഭീരമായിട്ട് സിദ്ധ്യർത്ഥം പല സിദ്ധികളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലോകോപകാരകമായിട്ട് ഞാനൊരു യാഗം ആരംഭിച്ചു. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. അഹം നിയമം ആദിഷ്ഠേ സിദ്ധ്യർത്ഥം, ബഹുസിദ്ധികൾ, പലതരത്തിലുള്ള സിദ്ധികൾ കരസ്ഥമാക്കുന്നതിന്, അത് എനിക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനും പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് അഹം ഞാൻ നിയമം ആദിഷ്ഠേ, ഞാനൊരു വ്രതത്തിലാണ്, ഞാനൊരു യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. ആ യജ്ഞത്തിന് നാശം വരുത്താൻ വേണ്ടിയിട്ട്, ആ യജ്ഞത്തിന് വിഘ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാക്ഷസന്മാര്, കാമരൂപികളായിട്ടുള്ള രാക്ഷസന്മാര് പുറപ്പെട്ടേക്കാണ്. അതാണ് തസ്യ വിഘ്നകരൗ ദ്വൗ തു രാക്ഷസവും കാമരൂപിണവും. കാമരൂപികൾ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ രൂപം മാറാൻ പറ്റണവര്. ഇന്ന് രാക്ഷസന്മാരുടെ രൂപത്തിലാ വന്നതെന്ന് വെച്ചാൽ നാളെ മറ്റു മൃഗങ്ങളുടെ രൂപത്തിലാവും വരിക, ചിലപ്പോൾ പക്ഷികളുടെ രൂപത്തിലാവും വരിക. ഇങ്ങനെ വേഷവും രൂപവും ഒക്കെ മാറി മാറി വരണ രണ്ട് രാക്ഷസന്മാര് എന്റെ യാഗത്തിന് മുടക്കം വരുത്തുന്നുണ്ട്. അതാണ് വിഘ്നകരവും ദ്വൗ തു. അവരെ രാക്ഷസന്മാരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരാരാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. മാത്രല്ല യാഗം കുറെ ആവും ചെയ്തു, അപ്പൊ അതെങ്ങനെയായാലും എനിക്ക് തീർക്കണം. അതാണ് വ്രതേതു ബഹുശശ്ചീർണേ സമാപ്തിയാം രാക്ഷസാവിമൗ. തുടങ്ങിയിട്ട് കുറെ ദിവസമായി, അത് സമാപ്തിയില് എത്തിച്ചേരേണ്ട സമയമായിരിക്കുന്നു. അപ്പോഴേക്കും പലതരത്തിലുള്ള തടസ്സങ്ങളും വന്നു ചേർന്നു, ഈ രാക്ഷസന്മാരുണ്ടാക്കിയ തടസ്സങ്ങള്. അവരാരാണ്? മാരീചശ്ച സുബാഹുശ്ച. രണ്ട് രാക്ഷസന്മാരുടെ പേരാണ് മാരീചനും സുബാഹുവും. അവര് വീര്യവാന്മാരാണ്, സുശിക്ഷിതന്മാരാണ്. വീര്യവാന്മാരെന്ന് പറഞ്ഞാൽ ആർക്കും അവരെ തടുക്കാൻ പറ്റില്ല, ഋഷീശ്വരന്മാർക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആര് വിചാരിച്ചാലും അവരെ തോൽപ്പിക്കാൻ പറ്റാത്തവരാണ് രാക്ഷസന്മാരാ. മാത്രമല്ല സുശിക്ഷിതവും, നന്നായിട്ട് ദ്രോഹം ചെയ്യാൻ പഠിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെയുള്ളവരെ തോൽപ്പിക്കാൻ തൽക്കാലം ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കില്ല. അതെന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു യാഗമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉള്ളിലെ പകയും വിദ്വേഷമൊന്നും പാടില്ല, ഋഷീശ്വരന്മാർക്ക് ആർക്കും പാടില്ല. അപ്പൊ അവരെ ഒന്ന് വകവരുത്തുന്നതിന്, അവരെ ഒന്ന് ഒതുക്കുന്നതിന് എനിക്ക് ഒരാളെ ആവശ്യമുണ്ട്. അതാണ് പറഞ്ഞു വരണത്. നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. അവരെന്തൊക്കെയാ ചെയ്യണതെന്ന് ഒന്നുകൂടി വിസ്തരിച്ചു പറയാണ്. തൗ മാംസരുധിരൗഘേണ വേദിം താമഭ്യവർഷതാം അവധൂതേ തഥാ ഭൂതേ തസ്മിൻ നിയമനിശ്ചയേ. ഏഴാമത്തെ ഒരു വരിയും കൂടി അതിൽ ചേർക്കണം. കൃതശ്രമോ നിരുത്സാഹസ്തസ്മാദ്ദേശാദപക്രമേ തൗ മാംസരുധിരൗഘേണ വേദിം താം അഭ്യവർഷതാം. വരി കേൾക്കുമ്പോ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അവര് രണ്ടുപേരും കൂടിയിട്ട് ഈ യജ്ഞവേദിയിലേക്ക് എന്താണ് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്? മാംസവും രക്തവും, ഏറ്റവും ആവശ്യമില്ലാത്ത, ഒരിക്കലും സ്പർശിക്കാൻ പോലും പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങളാണ് യാഗവേദിയില്, അല്ലെങ്കിൽ ഒരു ഏറ്റവും പരിശുദ്ധമായിട്ട് മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോരയൊന്നും വീഴുന്നത് നന്നല്ല. അങ്ങനെയാണ് ഈ രാക്ഷസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യജ്ഞവേദിയിലേക്ക് മറ്റ് മനുഷ്യരെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൊന്നതിന്റെ മാംസം, മൃഗങ്ങളുടെ ആയിക്കോട്ടെ, എന്നാലും അതിൻ്റെയൊക്കെ മാംസവും അതുപോലെ തന്നെ രക്തവുമൊക്കെ കോരി ചൊരിയുകയാണ് ആ വേദിയിലേക്ക് ഇവര് ചെയ്യണത്. അതാണ് താം അഭ്യവർഷതാം. രണ്ടുപേരും കൂടിയിട്ട് അതൊക്കെ കൊണ്ടിടുകയാണ് ചെയ്യണത്. അതുകൊണ്ട് അവധൂതേ തഥാ ഭൂതേ തസ്മിൻ നിയമനിശ്ചയേ, അപ്രകാരമൊക്കെ ആ നിയമനിശ്ചയേ അവധൂതേ തഥാ ഭൂതേ തസ്മിൻ, മഹാ അപകടമായി തീർന്നിരിക്കുകയാണ്. ഒട്ടും ഭംഗിയായിട്ട് അത് നടത്താൻ എനിക്ക് പറ്റുന്നില്ല. ആ യജ്ഞം പകുതി വെച്ചിട്ട്, അല്ലെങ്കിൽ അവസാനിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പേ ആയിട്ടതാ ഒട്ടും ഭംഗിയാവാതെ മുറിഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വരുമോ എന്നെനിക്ക് ആശങ്ക വരികയാണ്. അതാണ് അവധൂതേ തഥാ ഭൂതേ തസ്മിൻ നിയമനിശ്ചയ. അങ്ങനെയൊക്കെ വന്നതോട് കൂടിയിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു? കൃതശ്രമോ നിരുത്സാഹസ്തസ്മാദ്ദേശാദപക്രമേ. ഞാൻ കുറെ അധികം ഉത്സാഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും അവരെ തടയാൻ എനിക്ക് പറ്റണില്ല.
അവർ എന്നിട്ടും കൂടുതലായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരുത്സാഹസ്തസ്മാത്, അതോടുകൂടിയിട്ട് എൻ്റെ എല്ലാ ഉത്സാഹങ്ങളും കെട്ടുപോയി. ഞാൻ ആ യാഗം ചെയ്തു തീർക്കാൻ ഉത്സാഹമില്ലാത്തവനായി തീർന്നു. അതുകൊണ്ട് ഞാൻ ആ നാട്ടിൽ നിന്ന്, ആ പ്രദേശത്ത് നിന്ന് ഇപ്പൊ പോകുന്നു. ദേശാത് അപക്രമേ, തസ്മാത് ദേശാത് അപക്രമേ, ആ ദേശത്തിൽ നിന്ന് ഞാൻ വിട്ടുപോന്നു. മാത്രല്ല ആ ശ്ലോകത്തിൽ തന്നെ ഒരു വരിയാണ്, നചമേ ക്രോധമുത്സ്രഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ തഥാ ഭൂതാ ഹി സാചര്യ ന ശാപസ്തത്ര മുച്യതേ. മാത്രല്ല എനിക്കിപ്പോ അവരോട് ഒരു പകയൊന്നും തോന്നണില്ല. അതാണ് നചമേ ക്രോധമുത്സൃഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ. അല്ലയോ മഹാരാജാവേ, അല്ലയോ ദശരഥ മഹാരാജാവേ, എനിക്ക് അവരോട് ദേഷ്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയുമില്ല. പകയില്ല, ദേഷ്യമൊന്നുമില്ല. ഇതൊന്നും നന്നായി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നചമേ ക്രോധമുത്സൃഷ്ടും ബുദ്ധി ഭവതി ന ഭവതി. എനിക്ക് അവരോട് വലിയ പകയൊന്നും തോന്നുന്നില്ല. അത് രാക്ഷസന്മാരുടെ സ്വഭാവമാണ്, വേണ്ടാത്തത് കാണിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് യാഗം പൂർത്തിയാക്കുകയും വേണം. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യമൊന്നും വരാത്തത് കൊണ്ടാണ് തഥാഭൂതാഹി സാചര്യ, അങ്ങനെ പകുതിക്ക് വെച്ചിട്ട് ആ ചര്യ മുറിഞ്ഞു പോയത്, അല്ലെങ്കിൽ ആ യാഗം മര്യാദയ്ക്ക് നടക്കാതെയായത്. അവിടെ വെച്ചുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാനും പാടില്ല, ശപിക്കാനും പാടില്ല. ന ശാപസ്തത്ര മുച്യതേ, അങ്ങനെ വളരെ നല്ലൊരു കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ശപിക്കാനും പാടില്ല. അതുകൊണ്ട് ആ യാഗം ഇടയ്ക്ക് വെച്ചപ്പോ നിന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അല്ലയോ ദശരഥ മഹാരാജാവേ? അതാണ് 8ാമത്തെ ശ്ലോകത്തിന്റെ ബാക്കി. സ്വപുത്രം രാജശാർദൂല രാമം സത്യപരാക്രമം കാകപക്ഷധരം വീരം ജ്യേഷ്ഠം മേ ദാതുമർഹസി. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ രാജശാർദൂല, സ്വപുത്രം രാമം സത്യപരാക്രമം, അങ്ങയുടെ പുത്രനായിട്ടുള്ള സത്യപരാക്രമനായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള യുദ്ധം ചെയ്യുന്ന, ആവശ്യത്തിന് മാത്രം യുദ്ധം ചെയ്യുന്നവനായിട്ടുള്ള അങ്ങയുടെ പുത്രനായിട്ടുള്ള രാമൻ എങ്ങനെയുള്ള ആളാണ്? ഇപ്പോ കാകപക്ഷധരം, കുടുമ വച്ചിട്ടുണ്ട്. വീരം, നല്ല വീര്യവാനാണ്. ജ്യേഷ്ഠപുത്രനാണ്, 4 പേരിലും മൂത്തവനാണ്. അങ്ങനെയുള്ള ആ രാമനെ എൻ്റെ കൂടെ പറഞ്ഞയക്കണേ. മേധാതും അർഹസി, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞയക്കണം. എനിക്ക് ആ യാഗം ഒന്ന് മുഴുമിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നാണ് വിശ്വാമിത്രൻ ദശരഥനോട് പറയണത്. അപ്പോ ഈ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് രാമനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നുകൂടി ഉറപ്പ് കൊടുക്കുകയാണ്. അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തച്ഛ്രുത്വാ രാജസിംഹസ്യ വാക്യമദ്ഭുത വിസ്തരം ഹർഷരോമാ മഹാതേജ വിശ്വാമിത്രോഭ്യഭാഷത സദൃശം രാജശാർദൂല തവൈവ ഭുവി നാന്യത മഹാവംശപ്രസൂതസ്യ വസിഷ്ഠവ്യപദേശിന യത്തു മേ ഹൃദ്ഗതം വാക്യം തസ്യ കാര്യസ്യ നിശ്ചയം കുരുഷ്വ രാജശാർദൂല ഭവ സത്യപ്രതിശ്രവ അഹം നിയമമാദിഷ്ഠേ സിദ്ധ്യർത്ഥം പുരുഷർഷഭ തസ്യ വിഘ്നകരൗ ദ്വൗ തു രാക്ഷസൗ കാമരൂപിണൗ വ്രതേ തു ബഹുശീർണേ സമാപ്യാം രാക്ഷസാവിമൗ മാരീചശ്ച സുബാഹുശ്ച വീര്യവന്തൗ സുശിക്ഷിതൗ തൗ മാംസരുധിരൗഘേണ വേദിം താമഭ്യവർഷതാം അവധൂതേ തഥാ ഭൂതേ തസ്മിൻ നിയമനിശ്ചയേ കൃതശ്രമോ നിരുത്സാഹസ്തസ്മാദ്ദേശാദപക്രമേ നച മേ ക്രോധമുത്സൃഷ്ടും ബുദ്ധിർഭവതി പാർത്ഥിവ തഥാ ഭൂതാ ഹി സാചര്യ ന ശാപസ്തത്ര മുച്യതേ സ്വപുത്രം രാജശാർദൂല രാമം സത്യപരാക്രമം കാകപക്ഷധരം വീരം ജ്യേഷ്ഠം മേ ദാതുമർഹസി. അടുത്തൊരു വരി കൂടി 9ാമത്തെ ശ്ലോകമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.